വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാത് അരുണബിംബഫലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം. ഏകചത്വാരിംശോऽധ്യായ 41 അധ്യായം. ശ്രീശുക ഉവാച സ്തുപതസ്തസ്യ ഭഗവാൻ ദർശയിത്വാ ജലേ ബഭൂ ഭൂയ സമാഹരൽ കൃഷ്ണോ നടോ നാട്യമിവാത്മന. ശ്രീ ശുബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനോട് ആ കഥ ആഖ്യാനം തുടരുകയാണ്. എന്താണ് കഴിഞ്ഞ അധ്യായത്തിൽ അക്രൂരൻ്റെ ആ ജലത്തിൽ നിന്നുള്ള സ്തുതിയാണ്. ആ ഭഗവാന്റെ അനന്തവൽപ്പനായിട്ടുള്ള ഭഗവാനെ കണ്ടിട്ട് ഹേമായിട്ടുള്ള സ്തുതി. ആ സ്തുതി കഴിഞ്ഞിട്ട് സ്തുവതസ്തസ്യ ഭഗവാൻ കൃഷ്ണ, ഇപ്രകാരം സ്തുതിക്കപ്പെട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സ്വരൂപത്തെ ദർശയിത്വ ആത്മന വാപു ദർശയിത്വ തസ്യ സ്തുവതാം നട നാട്യമിവ ഭൂയ സമാഹരൽ. ഇങ്ങനെ അക്രൂരൻ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തൻ്റെ ആ രൂപം അങ്ങോട്ട് മറച്ചു. സോപിചാന്തർഹിതം വീക്ഷ്യ ജലാലുന്മജ്യ സത്വര കൃത്വാ ചാവശ്യകം സർവം വിസ്മിതോരഥമാഗമൽ. സ അപി, ആ അക്രൂരനാകട്ടെ അന്തർഹിതം വീക്ഷ്യ, ഭഗവാൻ പെട്ടെന്ന് മറഞ്ഞതായി കണ്ടിട്ട് ജലാൽ ഉന്മജ്ജ, വെള്ളത്തിൽ നിന്ന് കരയേറുകയും സത്വര വേഗത്തോടെ ആവശ്യകം സർവം കൃത്വാ, ആവശ്യകമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്ത ശേഷം വിസ്മിത രഥം ആഗമൽ, അത്ഭുതത്തോടു കൂടിയിട്ട് തിരിച്ച് രഥത്തിൽ അങ്ങോട്ട് വന്നെത്തി. തമവൃച്ഛൽ ഋഷീകേശ കിം തേ ദൃഷ്ടമിവാദ്ഭുതം ഭൂമൗ വിയതിതോയേവ രഥാത്വം ലക്ഷയാമഹേ. അങ്ങ് നോക്കൂ, അദ്ദേഹത്തിനോട് ഭഗവാൻ, ഋഷികേശനായിട്ടുള്ള ഭഗവാൻ, ഇന്ദ്രിയങ്ങളിലെല്ലാം അധീശനായിട്ടുള്ള ഭഗവാൻ പറയുകയാണ് അപൃച്ഛൽ തം അപൃച്ഛൽ ഇപ്രകാരം തഥാ, അതായത് അങ്ങേ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷയാമ, എന്താണ് ഇഹ ഇപ്പോൾ ഭൂമൗ വിയതി തോയേവ തേക്കും ഈവ അത്ഭുതം ദൃഷ്ടം, അങ്ങ് ഈ ഭൂമിയിലോ ആകാശത്തിലോ ജലത്തിലോ എന്തോ ആയിട്ടുള്ളൊരു അത്ഭുത കാഴ്ച കണ്ടുള്ള മഹിയൻ അങ്ങേ കണ്ടപ്പോൾ തോന്നണത് എന്ന് ഭഗവാൻ അങ്ങനെ പറയുകയാണ് അക്രൂരനോട്. അക്രൂരൗവാച അത്ഭുതാനീഹയാവന്തി ഭൂമൗ വിഹതിവാജ്ജലേ ത്വയി വിശ്വാത്മകേതാനി കിമ്മേ ദൃഷ്ടം വിപശ്യതാ. അതിന് മറുപടിയായിട്ട് അക്രൂരൻ പറയുകയാണ് അത്ഭുതാനീഹയാവന്തി, എവിടെ ഈ പ്രപഞ്ച ഭൂമൗ വിയതി ജലേ വാ ഈഹ, ഈ ലോകത്തിൽ ഭൂമിയിലോ ആകാശത്തിലോ വെള്ളത്തിലോ ആയി യാവന്തി എത്രത്തോളം അത്ഭുതങ്ങളുണ്ടോ അവയെല്ലാം തന്നെ വിശ്വാത്മകേത്വയി വിവശ്യത, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആത്മാവായിട്ടുള്ള അങ്ങയിൽ തന്നെയാണ് എന്ന് ഞാൻ നന്നായി കണ്ടുകൊണ്ടിരിക്കുന്നു. മേ കിം അദൃഷ്ടം, പിന്നെ ഞാൻ കാണപ്പെടാത്ത എന്താ ഉള്ളത്, എല്ലാം ഞാൻ അങ്ങയിൽ കാണുന്നു എന്ന് പറയുന്നത്. യത്ര അത്ഭുതാനി സർവാണി ഭൂമൗ വിഹതിവാജലേ തം ത്വാനുപശ്യതോ ബ്രഹ്മൻ കിമ്മേ ദൃഷ്ടമിഹത്ഭുതം. ഹേ ബ്രഹ്മൻ, അല്ലയോ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ, അത്ഭുതാനി സർവാണി, ഈ എല്ലാ അത്ഭുതങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത് എത്ര യാതൊരാളിലാണോ, എത്ര എന്ന് വെച്ചാൽ ഇവിടെ യസ്മിൻ എന്നാണ് അർത്ഥം. തം ത്വ, ആ നിന്തിരുവടിയെ അനുപശ്യത, കണ്ടുകൊണ്ടേയിരിക്കുന്ന മേ, നമുക്ക് ഈ ലോകത്തിൽ ഭൂമോ വിയതി ജലേ വാ, ഭൂമിയിലോ ആകാശത്തിലോ ജലത്തിലോ അത്ഭുതം കിം ദൃഷ്ടം, അത്ഭുതമുള്ളതായിട്ട് വേറെ മറ്റെന്താണ് കാണപ്പെടുന്നത്, അങ്ങ് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് മുമ്പിൽ. അതായത് ആ സാക്ഷാൽ സച്ചിദാനന്ദ പരബ്രഹ്മം ഇവിടെ ഒരു ബാലരൂപത്തിൽ ഇങ്ങനെ വന്ന് മുമ്പിൽ നിൽക്കല്ലേ, അത് തന്നെയാണ്
ഏറ്റവും വലിയ അത്ഭുതം. ഇത്യുക്വാ ചോദയാമാസ സ്യന്ദനം ഗാന്ധിനീ സുത മധുരാമനയ രാമം കൃഷ്ണം ചൈവദിനത്യയേ. ഗാന്ധിനീ സുത ഇതി ഉക്വ. ആ ഗാന്ധിനീസുതനായിട്ടുള്ള അക്രൂരൻ ഇപ്രകാരം പറഞ്ഞിട്ട് സ്യന്ദനം ചോദയാമാസ, തേര് തെളിച്ചുകൊണ്ട് ഒന്നും മിണ്ടാണ്ട് തേര് തെളിച്ചു. രാമം കൃഷ്ണം ച ദിനാത്യയേ, ബലരാമനെയും കൃഷ്ണനെയും സന്ധ്യ ആവുമ്പോഴേക്ക് മധുരാമനയൽ, മധുരാപുരുടെ ആ പുറത്തുള്ള ഗ്രാമത്തിലേക്ക് അവിടെ എത്തിച്ചേർന്നു എന്ന് പറയുകയാണ്. മാർഗേ ഗ്രാമജന രാജം തത്ര തത്രോപസംഗത വസുദേവസുതൗ വീക്ഷ്യ പ്രീതാദൃഷ്ടിം ന ചാദദൂ. ഗോകുലത്തിൽ നിന്ന് ഭഗവാൻ ഇതുവരെ പുറത്ത് പോയിട്ടില്ലേ. അപ്പോൾ ആ പുറത്ത് പോയി അങ്ങനെ ഈ തേരില് ആ ഭഗവാൻ ബലരാമനും കൂടിയിട്ട് അങ്ങനെ തേരിൽ പോകുമ്പോൾ ഈ രാജൻ പരീക്ഷിത്തേ ഗ്രാമജന, ആ വഴിയിലുള്ള ഗ്രാമങ്ങളിലുള്ള ജനങ്ങളെല്ലാവരും മാർഗേ തത്ര തത്ര ഉപസംഗത, വഴിയിൽ അവിടെ അവിടെ ഇങ്ങനെ കൂടി നിന്നുകൊണ്ട് വസുദേവസുതൗ വീക്ഷ, അവരെ രണ്ടുപേരും ഇങ്ങനെ കണ്ടുകൊണ്ട് പ്രീത ദൃഷ്ടിം ആദതുച്ച, അവരങ്ങനെ പ്രീതരായിട്ട് കണ്ടാ മതിയാവാണ്ട് കണ്ണെടുക്കാണ്ട് അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. താവൽ വ്രജൗകസസ്തത്ര നന്ദഗോപാദയോഗ്രതം പുരോപവനമാസാദ്യ പ്രതീക്ഷന്തോപതസ്ഥിരേ. താവൽ, അപ്പോഴേക്കും ഇവിടെ ഇവര് അക്രൂരന്റെ സ്തുതിയെ കഴിഞ്ഞ് അക്രൂരൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ട് ദേവാലയമൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ പുറപ്പെട്ടു പോയത്. ഇവരവിടെ എത്തിയപ്പോഴേക്കും താവൽ നന്ദഗോപാദയ വ്രജൗകസ, നന്ദഗോപർ തുടങ്ങിയിട്ടുള്ള വ്രജത്തിൽ നിന്നുള്ള ഗോപന്മാർ അവരെല്ലാവരും അഗ്രത ആദ്യമേ തന്നെ അവിടെ പുരോപവന നഗരത്തിൻ്റെ ബാഹ്യോദ്യാനത്തില് ആസാദ്യ ചെന്ന് ചേർന്ന് പ്രതീക്ഷന്ത അവതസ്ഥിതി, ഇവരെയും കാത്തുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിരിക്കണമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും താൻ സമേത്യാഹ ഭഗവാൻ അക്രൂരം ജഗദീശ്വര ഗൃഹീത്വാ പാണിനാവാണിം പ്രസൃതം പ്രഹസന്നിവ. അവിടെ ആ ബാഹ്യോദ്യാനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ജഗദീശ്വര ഭഗവാൻ, ജഗദീശ്വരനായുള്ള ശ്രീകൃഷ്ണൻ താൻ സമേത്യ അവരെയൊക്കെ ഒന്നിച്ച ശേഷം പ്രസൃതം അക്രൂരം, തൻ്റെ മുമ്പിൽ വിനയത്തോടുകൂടി നിൽക്കുന്ന അക്രൂരനോട് പാണിം ഗൃഹീത്വ, അക്രൂരിൻ്റെ കൈകളെ തൻ്റെ കൈകളോട് ചേർത്ത് പിടിച്ച് പ്രഹസന്നിവ, നന്നായി ഒന്ന് ചിരിച്ചുകൊണ്ട് ആഹാ ഇപ്രകാരം പറഞ്ഞു. ഭവാൻ പ്രവിശതാമഗ്രേ സഹയാന പുരിം ഗൃഹം വയം ത്വിഹാവമുച്യാത തതോ ദ്രക്ഷ്യാമഹേ പുരിം. ഭവാൻ, ഹേ അക്രൂര, അങ്ങ് അഗ്രേ സഹയാന പുരിം പ്രവിശത, അങ്ങൊരു കാര്യം ചെയ്യൂ, ഞങ്ങളെവിടെ ഇറക്കിയിട്ട് മുൻകൂട്ടി തന്നെ തേരോടുകൂടി രാജപുരിയെ പ്രവേശിച്ചോളൂ. ഗൃഹം, അതിനുശേഷം സ്വന്തം ഗൃഹത്തിലേക്കും പോയിക്കോളൂ. വയം തു, ഞങ്ങളാകട്ടെ ഈഹ തഥ, അതിനുശേഷം പുരിയും രക്ഷ്യാമ, ഞങ്ങൾ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഈ കാളയെ കഴിച്ചു വിട്ടതിന് ശേഷം ആ മധുരാപുരി എന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ കറങ്ങാം വൈകുന്നേരത്ത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുകയാണ് ഭഗവാൻ. അപ്പോഴേക്ക് അക്രൂരിന് വലിയ വിഷമായി. അക്രൂരോ വാച അഹം ഭവദ്യം രഹിത പ്രവേക്ഷ്യേ മധുരം പ്രഭോ ത്യക്തും നാർഗസിമം നാഥ ഭക്തം തേ ഭക്തവത്സല. അക്രൂരിന് വലിയ വിഷമായി. ഏ പ്രഭോ, നാഥ, ഭക്തവത്സല എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്താണ്? ഭവദ്ഭ്യാം രഹിത, നിങ്ങളെ രണ്ടുപേരെയും കൂടാതെ അഹം മധുര എന്ന പ്രവേശം, മധുരയിലേക്ക് ഞാൻ പോവാന്നുള്ള കാര്യമില്ല എന്ന് പറയുന്ന കാരണം തേ ഭക്തം മാം ത്യക്തും എന്നായിരിക്കും, അങ്ങയുടെ ഭക്തനായിട്ടുള്ള എന്നെ അങ്ങ് കൈവിടാൻ പാടുള്ളതല്ല, എനിക്ക് എൻ്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും വരെന്നെ വേണം. ആഗച്ഛയാമഗേഹന്ന സനാതൻ കുർവതോക്ഷജ സഹാഗ്രജ സഗോപാലൈ സുഹൃദ്ഭിശ്ച സുഹൃത്തമാ. എന്താ കാരണം വെച്ചാൽ, ഹേ അതോക്ഷജ, സുഹൃത്തം, എല്ലാവരുടെയും ഇന്ദ്രിയങ്ങൾ അധിപനും സുഹൃത്തുക്കൾ ഉത്തമനായവനെ ഭഗവാനെ, സഹാഗ്രജ ജ്യേഷ്ഠനോടും സഗോപാലൈ ഗോപന്മാരോടും സുഹൃദ്ഭിച്ച സുഹൃത്തുക്കളോടും കൂടി ആഗച്ഛ എൻ്റെ കൂടെ വന്നാലും യാമ നമുക്ക് പോകാം. ഗേഹൻ ഞങ്ങളുടെ ഗൃഹങ്ങളെ സനാഥാൻ ഗുരു, ഞങ്ങളുടെ ഈ ഗൃഹങ്ങളൊക്കെ സനാഥകളാക്കി തീർക്കൂ ഭഗവാനെ എന്ന് പറയണം. കുനീഹി പാദരജസാ ഗൃഹാന്നോ ഗൃഹമേദിനം യൽ ശൗചേനാനുതൃപ്യന്തി സാഗ്നയസുരാ
ഈ ഗൃഹസ്ഥാശ്രമത്തിൽ പാലിക്കുന്നതായിട്ടുള്ള അടിയങ്ങളുടെ ഗൃഹാൻ ഭവനങ്ങളെ അങ്ങയുടെ പാദരജസ അങ്ങയുടെ ശ്രീപാദ പത്മങ്ങളിലെ ആ പൊടികളെ കൊണ്ട് പുനീഹി ശുദ്ധീകരിച്ചാലും യൽ ശൗചേന യാതൊരാളുടെ കൽകിയ ജലം കൊണ്ട് പിതൃക്കളും സാഗ്നയ അഗ്നിയോടുകൂടെ സുരാദേവന്മാരും അനുതൃപ്യന്തി അനുക്ഷണം തൃപ്തിപ്പെടുന്നു. അവനിജ്യ അംഘ്രിയുഗളം ആസീൽ ശ്ലോക്യോ ബലിർമഹാൻ ഐശ്വര്യമതുലം ലേവേ ഗതിം ചെയ്കാന്തിനാം തുയാ. മഹാനായിട്ടുള്ള മഹാബലി അംഘ്രിയുഗളം അവനിജ്യ അങ്ങയുടെ ആ ശ്രീപാദങ്ങൾ രണ്ടും കഴുകിച്ച് ശ്ലോക്യ സൽകീർത്തിക്ക് പാത്രീഭവിച്ചവനായിട്ട് ആയിത്തീർന്നു. ആസീൽ അതുലം ഐശ്വര്യം ലേവേ അദ്ദേഹത്തിന് കിടപിടിക്കാനാവാത്ത ഐശ്വര്യവും ലഭിച്ചു. ഏകാന്തിനാം യാതു ഏകാന്ത ഭക്തന്മാർക്ക് യാതൊന്നാണോ ഗതിം ആ സൽഗതിയെയും പ്രാപിച്ചു. ആ മഹാബലി അങ്ങയുടെ ആ പാദപത്മങ്ങളുടെ കഴുകിയുള്ള തീർത്ഥം തൻ്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് മഹാബലിക്ക് ഇതെല്ലാം നേടാൻ കഴിഞ്ഞു എന്നാണ്. ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയും ചെയ്തു. അവസാനം ആ ഭഗവാനെ തന്നെ പ്രാപിക്കാനും കഴിഞ്ഞു. ഭഗവാന്റെ ആ സൽഗതി പ്രാപിക്കാനും കഴിഞ്ഞു എന്ന് പറയുകയാണ്. അവസ്ഥേഘ്രവനേജന്യ ത്രീം ലോകൻ ശുചയോ പുനൻ ശിരസാധത്തയാ സർവ സ്വര്യാദാ സകരാത്മജ എന്നു മാത്രമല്ല തേ ആംഘ്ര്യവനേജന്യ അങ്ങയുടെ ആ ശ്രീപാദങ്ങളെ കഴുകിയ ശുചയ ആവ വിശുദ്ധമായ ജലം, അതായത് ഗംഗാജലം ത്രീം ലോകാൻ അപൂനൻ 3 ലോകങ്ങളെയും വിശുദ്ധമാക്കി. യാതൊരു ജലത്തെ സർവ സാക്ഷാൽ പരമേശ്വരൻ ശിരസ അധത്ത തൻ്റെ ശിരസിൽ അങ്ങനെ ഭക്തിയോടുകൂടി ധരിച്ചു. സകരാത്മജ ഗംഗാ നദിയുടെ സ്പർശം കൊണ്ട് സകരപുത്രന്മാർ സ്വർയാത അതായത് സ്വർഗത്തിലേക്ക് അവർക്ക് എല്ലാവർക്കും മോക്ഷം ലഭിക്കുകയും ചെയ്തു. ഭസ്മമായിട്ടുള്ള സകരാത്മജന്റെ പുത്ര അവരുടെ ശരീരത്തിലെ ഭസ്മമായി കൂടിയിട്ട് ആ ഭസ്മത്തോട് ഗംഗാനദി ഒഴുകിപ്പോയപ്പോൾ അവർക്കൊക്കെ മോക്ഷം ലഭിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഹേ ദേവദേവ, അല്ലയോ ദേവന്മാർക്കും ദേവനായവനെ, ജഗന്നാഥ ലോകനായകനായിട്ടുള്ള ഭഗവാനെ, പുണ്യശ്രവണ കീർത്തന പുണ്യകരമായ ശ്രവണ കീർത്തനങ്ങളോട് കൂടിയവനെ, യദുത്തമ യദുകുലശ്രേഷ്ഠ ഉത്തമ ശ്ലോക മഹാകീർത്തിമാനായവനെ, നാരായണ സാക്ഷാൽ നാരായണനായവനെ, തേ നമ അസ്തു അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ എന്ന് അക്രൂരൻ വളരെയധികം ഭക്തിയോടുകൂടിയിട്ട് ആ ഭഗവാന്റെ കാട്ടിൽ വീണ് നമസ്കരിച്ചു. ശ്രീ ഭഗവാനുവാച ആയാസ്യേ ഭവതോ ഗേഹം അഹമാര്യ സമന്വിത യതിചക്രദ്രുഹം ഹത്വാ വിദരിഷ്യേ സുഹൃൽപ്രിയം. ആ ഭഗവാൻ അക്രൂരനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞൊക്കെ വളരെ ശരി തന്നെയാണ്. അങ്ങയുടെ ഗൃഹസ്ഥിലേക്ക് ഞങ്ങൾ വരാം. എങ്ങനെയാണ്? ആയാസ്യേ വരുന്നുണ്ട്, സുഹൃൽപ്രിയം അങ്ങനെ സുഹൃത്ത് ജനങ്ങൾക്ക് പ്രീതിയെ വിതരിഷ്യേ വിതരണം ചെയ്യുന്നുമുണ്ട്. എപ്പോൾ? യദുചക്രദ്രുഹം ഹത്വ യാദവംശത്തെ മുഴുവൻ ദ്രോഹിക്കുന്നവനായിട്ടുള്ള ആ മാതലിനെ നിഗ്രഹിച്ച ശേഷം അഹം ആര്യസമന്വിത ഞാൻ ജ്യേഷ്ഠനോട് കൂടിയിട്ട് അങ്ങയുടെ ഗൃഹത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് ആ ഭഗവാൻ അക്രൂരനെ സമാശ്വസിപ്പിച്ച് പറഞ്ഞയച്ചത്. ശ്രീശുഭോവാച ഏവമുക്തോ ഭഗവതാ സ്വക്രൂരോ വിമനായിവ ഉരിം പ്രവിഷ്ട കംസായ കർമാവേദ്യ ഗൃഹം യയൗ. ഏവം ഭഗവതാ ഉക്ത ഇപ്രകാരം ഭഗവാനാൽ പറയപ്പെട്ട അക്രൂരൻ അക്രൂര വിമന ഇവ വൈമനസ്യം തോന്നിക്കുമാറ് ഒരു പൂർണ്ണ തൃപ്തിയാവാണ്ട് ഉരിം പ്രവിഷ്ട മധുരാപുരിയിലേക്ക് പ്രവേശിച്ചിട്ട് കർമാൻ കംസായ ആവേദ്യ താൻ നിറവേറ്റിയുള്ള കാര്യങ്ങളൊക്കെ കംസനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കംസായ ആവേദ്യ ഗൃഹം യയോ തൻ്റെ സ്വഗൃഹത്തിലേക്ക് യാത്രയാവും ചെയ്തു. അഥാപരന്നേ ഭഗവാൻ കൃഷ്ണ സംഘർഷണന്വിത മധുരം പ്രാപിശൽ ഗോപൈർ ദിദൃക്ഷു പരിവാരിത. അതിനുശേഷം അവരാന്നെ ആ വൈകുന്നേരമായിരിക്കും, അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് ഇരുട്ടാവാൻ. ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സംഘർഷണന്വിത ഏട്ടനായിട്ടുള്ള ബലരാമനോടുകൂടി ഗോപൈ പരിവാരിത ഗോപന്മാരാൽ ചുറ്റപ്പെട്ട് മധുരാം ദിദൃക്ഷു പ്രാപിശൽ ആ മധുരാപുരി എന്ന് കാണണമെന്നുള്ള കൗതുകത്തോടു കൂടിയിട്ട് ആ മധുരാപുരിയിലേക്കാണ് പ്രവേശിച്ചു.
ദദർശതാം സ്ഫാടികതുംഗഗോപുരദ്വാരം ബൃഹൽ ഹേമകപാടതോരണം താമ്രാരകോഷ്ടം പരിഘാതുരാസദാം ഉദ്യാനരമ്യോപവനോപശോഭിതം സ്ഫാടിക തുംഗ ഗോപുരദ്വാരം. ആ മധുരാപുരിയുടെ വർണ്ണനയാണ് ചെറുതായിട്ട്. ആ സ്ഫടികമയങ്ങളായിട്ടുള്ള അത്യുന്നതങ്ങളായിട്ടുള്ള ഗോപുരങ്ങൾ, അതുമാതിരി കവാടങ്ങളൊക്കെ ഉണ്ട്. ബൃഹൽ ഹേമ കവാട തോരണം, കൂറ്റൻ ആ വാതിൽ. എങ്ങനെ വാതിലുകളാണൊക്കെയാണ്, എങ്ങനെയാണ് ഹേമ സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള വാതിലുകളാണ്. അതിലൊക്കെയാണ് കമാനങ്ങൾ എങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. താമ്രാരകോഷ്ടം, ചെമ്പ് പിച്ചള തുടങ്ങിയിട്ടുള്ള കോട്ട മതിലുകളാണ് ചുറ്റും. പരിഘാതുരാസതാം, കിടങ്ങുകളാൽ ആ പ്രവേശനം വളരെ ദുഷ്കരമായിട്ടുള്ളതാണ് ഈ മധുരാപുരി. ഉദ്യാന രമ്യ ഉപവന ഉപശോഭിതം, ധാരാളം ഉദ്യാനങ്ങളുണ്ട്, മനോഹരങ്ങളായിട്ടുള്ള പുഷ്പവാടികൾ, ഇങ്ങനെയൊക്കെ നന്നായിട്ട് പരിലസിക്കുന്നതായിട്ടുള്ള ആ മധുരാപുരിയെ താം ദദർശ, അവർ കണ്ടു. സൗവർണ ശൃംഗാടകഹർമ്മ്യ നിഷ്കുടൈ ശ്രേണീസഭാവിർ ഭവനൈരുപസ്കൃതം വൈഡൂര്യവജ്രാമലനീലവിദ്രുമൈർ മുക്താഹരിൽഭി ബലഭീഷു വേദിഷു ജുഷ്ടേഷു ജ്വാലാമുഖരന്ധ്ര കുട്ടിമേഷു ആവിഷ്ടപാരാവതബർഹിനാദിതം സംസിക്തരത്യാപണമാർഗചത്വരം പ്രകീർണമാല്യാങ്കുരലാജതണ്ടുലം. പണ്ടൊക്കെ ഈ രാജധാനികളൊക്കെ ഈ രീതിയിലാണ് അങ്ങനെ വർണ്ണിക്കുക. എങ്ങനെയാണ്? സൗവർണ ശൃംഗാടക ഹർമ്മ്യ നിഷ്കുട, നല്ല സ്വർണ്ണാലങ്കൃതങ്ങളായിട്ടുള്ള നാൽക്കവലകൾ, മാളികകൾ, ആ ഉമ്മറത്ത് ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള പൂങ്കാവുകൾ, ശ്രേണീസഭാവി ശില്പിവർഗക്കാരുടെ വാസസ്ഥലങ്ങൾ, വേറെ ഭവനങ്ങൾ, അത് ഭവനൈ ഉപസ്കൃത അലങ്കൃതമായിട്ടും വൈഡൂര്യ വജ്ര ആമല നീലവിത്ത്, നല്ല വൈഡൂര്യം, വജ്രം, സ്ഫടികം, നീലം, പവിഴം, മുത്ത്, ഇങ്ങനെയുള്ള പലതരത്തിൽ മുത്ത്, മരതകം ഇതൊക്കെ കൊണ്ട് കൂട്ടി യോജിക്കപ്പെട്ടിട്ടുള്ള ആ മേൽക്കൂട്ടുകളോട് കൂടിയിട്ടുള്ള പുറന്തിണ്ണകൾ, നല്ല സംസിക്ത രഥ്യ ആവണമാർഗ ചത്തുര, വെള്ളം നനച്ചിട്ടുള്ള രഥവീതികൾ, അങ്ങാടിത്തെരുവുകൾ, എന്ന് മാത്രമല്ല പ്രകീർണ മാല്യ അങ്കുര രാജതണ്ടുല, ഈ എല്ലാ ദിക്കിലും ഇങ്ങനെ വിതറിക്കിടക്കണ പൂക്കൾ, ധാന്യമുളങ്ങൾ, മലര്, നെല്ലൊക്കെ നിറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ഇങ്ങനെ വഴികളിലൊക്കെ. ജാലാമുഖരന്ധ്ര കുട്ടിമേഷു, അതായത് ജാലാമുഖ പറഞ്ഞ ചെറിയ കിളിവാതിൽ, ആ പഴുതുകളിൽ കൂടെയൊക്കെ ഉള്ളിലും മണിമേടകളിലൊക്കെയാണ് ആവിഷ്ട പാരാവത ബർഹിനാദിതം, ഈ കിളിവാതിലുകളിലും മണിമേടകളിലെ പുറത്തുള്ള മട്ടുപ്പാവിലൊക്കെയാണ് മാടപ്രാവുകൾ, മയിലുകൾ ഒക്കെ അങ്ങനെ കൂങ്ങിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആപൂർണകുംഭൈർ ദതിചന്ദനോക്ഷിതൈർ പ്രസൂനദീപാവലിഭി സപല്ലവൈ സവൃന്ദരംഭാക്രമുകൈ സകേതുഭി സ്വലംകൃതദ്വാരഗൃഹം സപട്ടികൈ. ദതിചന്ദനോക്ഷിത, എല്ലാ ദിക്കിലെ തൈര്, ചന്ദനം എന്നൊക്കെയാണ് തളിച്ചിങ്ങനെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. പ്രസൂനദീപാവ് എന്നാൽ അനേകം പുഷ്പങ്ങളാലും ദീപങ്ങളാലും ഇങ്ങനെ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പല്ലവൈ, തളിരുകളിങ്ങനെ വെച്ചിട്ടുള്ളതായിട്ടുള്ള ആ കുലവാഴകളെ, അതുമാതിരി കൗങ്ങുകുലകൾ, അതൊക്കെ അങ്ങനെ തോരണങ്ങളായിട്ട് തൂക്കിയിട്ടുണ്ട്. കൊടി തോരണങ്ങളുണ്ട് അതിൻ്റെ കൂടെ തന്നെ. കേതുബി പട്ടിക, നല്ല പട്ട് നാടകളെ ചുറ്റിയിരിക്കുന്നതായിട്ടുള്ള പൂർണ്ണ കുംഭങ്ങളാൽ ഓരോ ഗൃഹങ്ങളുടെ മുമ്പിൽ അങ്ങനെ അലങ്കരിച്ച് വെച്ചുള്ളതായിട്ടുള്ള ആ മധുരാപുരിയെ കണ്ടു. താം സംപ്രവിഷ്ടൗ വസുദേവനന്ദനൗ മൃതൗ വയസ്യൈർനരദേവവർത്മന ദ്രഷ്ടും സമീയുസ്ത്വരിതാ പുരസ്ത്രിയോ ഹർമ്യാണി ചൈവാരുരുഹുർതൃപോത്സുകാ. ഏ നൃപ, പരീക്ഷിത്തേ, വയസ്യൈ വൃതൗ, ഇങ്ങനെ തൻ്റെ ചങ്ങാതിമാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് നരദേവവർത്തന രാജവീതിയിലൂടെ താം സംപ്രവിഷ്ടോ, ആ മധുരാനഗരിയെ പ്രവേശിച്ച വസുദേവനന്ദനു, വസുദേവപുത്രന്മാരെ ദ്രഷ്ടും കാണുന്നതിന് ഔത്സുക്യത്തോടു കൂടിയിട്ട് ത്വരിതാ പുരസ്ത്രീയ, ധൃതി പൂണ്ട ആ പുരസ്ത്രീകള് സമീപത്തേക്ക് അണഞ്ഞു. ഹർമ്യാണിച്ച, ചിലര് മാളികകളുടെ മുകളിലും കയറി ആരുരുഹു കയറിക്കൂടി എന്ന് പറയുകയാണ്. കാശ്ചിൽ ദ്വിവല്യധൃതവസ്ത്രഭൂഷണ വിസ്മൃത്യ ചൈകം യുഗളേഷ്വലാപര
കൃതൈകപത്ര ശ്രവണൈകനൂപുരാ നാം ത്വാദ്വിരീയം ത്വപരാശ്ചലോചനം. അവരെല്ലാവരും എങ്ങനെയാണ് ഈ ഭഗവാന്റെ ആ വരുന്നുണ്ടെങ്കിൽ ഭഗവാനെ കാണാനുള്ള സംഭ്രമം കൊണ്ട് വിമോഹിതരായിട്ട് നേരത്തെ ഗോപസ്ത്രീകളിലായിരുന്നില്ലേ, അത് മാറ്റത്തിലാണ് കാച്ചിൽ ചില നാരിമാര് വിപര്യ ധൃതവസ്ത്രഭൂഷണ, വിപരീത രീതിയിൽ ധരിക്കപ്പെട്ട വസ്ത്രാഭരണങ്ങളോട് കൂടിയവരായിട്ടായിരുന്നു. അത് വേറെ ചിലര് യുഗളിൽ 2 അവയവങ്ങളിൽ ഒന്നിന് മാത്രം ഇങ്ങനെ മറന്നുകൊണ്ട് ഒന്നിൽ മാത്രം ഇങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ട് വേറൊന്നില് ഒറ്റക്കാലിൽ മാത്രം കാതില, ഒറ്റക്കാലിൽ മാത്രം ചിലമ്പണിഞ്ഞുകൊണ്ട്, അങ്ങനെ വേറെ ചിലര് ദ്വിതീയം വേറെ ഒരു കണ്ണിൽ മാത്രം മഷി എഴുതിക്കൊണ്ട്, അങ്ങനെ ചിലര് ഇങ്ങനെ അസ്നന്ത്യ ഏകാതപസ്യോത്സവ അഭ്യജ്യമാന അഹൃതോപമജ്ജന സ്വന്ത്യ ഉത്ഥായ നിശമ്യ നിസ്വനം പ്രഭായന്ത്യോർഭമപോഹ്യമാതരാ. ചിലര് അശ്നന്ത്യ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. തത് അപാസ്യ അതേ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഓടുന്നത്. അഭ്യജ്യമാന വളരെ എണ്ണ തേപ്പിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആകൃതോപമജ്ജന കുളിക്കുകയൊന്നും ചെയ്യാണ്ട് എണ്ണ തേച്ച് അതേ രീതിയിൽ ഓടുന്നുണ്ട്. സ്വപന്ത്യ ഉറങ്ങിക്കിടക്കുന്നവർ നിസ്വനം നിശമ്യ ശബ്ദകോലാഹലം കേട്ട് ഉത്ഥായ പെട്ടെന്നാണ്ട് എഴുന്നേറ്റിട്ട് അങ്ങനെ ഓടിപ്പോകുന്നുണ്ട് വേറെ ചിലർ. പ്രഭായി കുട്ടികൾക്ക് മുല കൊടുത്തിരുന്ന മാതര അമ്മമാര് ആർഭം അപോഹി ആ കുട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് സോത്സവ ആനന്ദ അതിരകത്തോടെ അങ്ങനെ ഓടി വന്നു. ഇങ്ങനെ ഓരോരുത്തരെ ആ വിഭ്രമം കൊണ്ട് ഓരോരോ രീതിയിലാണ് ആ ഭഗവാനെ കാണാനുള്ള ഔത്സുക്യം കൊണ്ട് അങ്ങനെ ഓടി വന്നത് പറയുകയാണ്. ആ ഗോകുലത്തിലെ ആ ഗോപികമാരെങ്ങനെ വന്നോ അതേമാതിരി തന്നെയാണ് ഈ മധുരാപുരിയിലുള്ള സ്ത്രീകളും ആ ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള രൂപത്തിനെ കാണാൻ വേണ്ടി ഇത് കേട്ടറിവേ ഉള്ളൂ. വന്നിട്ടുണ്ടായെന്ന് പറഞ്ഞപ്പോൾ കാണാനുള്ള ഔത്സുക്യത്തോട് കൂടിയിട്ട് ഓടിയതെന്ന് പറയുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഗോപികമാര് പറയണ്ടായി ആ മധുരാപുരിയിലുള്ള എല്ലാവർക്കും നല്ല സുപ്രഭാതമാണ്. കാരണം അവർക്ക് എല്ലാവർക്കും അവരുടെ കണ്ണുകൾക്ക് ആനന്ദമായിട്ട് ഉത്സവമായിരിക്കും. ഇന്നെന്താ ഗോപികമാര് പറഞ്ഞില്ലേ, ആ ആശിസ്സുകളൊക്കെ സാർത്ഥായി തീരുകയാണ് ഈ പുരസ്ത്രീകൾക്കും. മനാം സീതാസാം അരവിന്ദലോചന പ്രഗൽഭലീലാഹസിതാവലോകനൈ ജഹാരമത്തദ്വിരതേന്ദ്ര വിക്രമോ ദൃശം ശ്രീരമണാത്മനോത്സവം. ഇങ്ങനെ അവരങ്ങോട്ട് വന്നപ്പോൾ എന്താണ് കണ്ടത് ഭഗവാനെ? മത്തദ്വിരതേന്ദ്ര വിക്രമ, ഒരു മതിച്ച ആനയുടെ വിക്രമത്തോടു കൂടിയവനും അരവിന്ദലോചന താമരപ്പൂ പോലുള്ള കണ്ണിനകളോട് കൂടിയവനും ആയ ഭഗവാൻ പ്രഗൽഭലീലാഹസിതാവലോകനൈ, ചെറിയൊരു ലീലകളോടും തൂമന്തകാസം കൂടിയിട്ടുള്ള ആ കടാക്ഷ വീക്ഷണങ്ങളെ കൊണ്ടും ശ്രീരമണാത്മനാ, അതായത് ലക്ഷ്മീദേവിയെ രമിപ്പിക്കുന്ന തിരുമൈ കാന്തിയാലും താസാം ദൃശാം അവരുടെ കണ്ണുകൾക്ക് ഉത്സവം ദതൽ, ഉത്സവത്തെ നൽകിക്കൊണ്ട് മനാംസി ജഹ അവരുടെ മനസ്സുകളെ മുഴുവൻ ഭഗവാൻ അങ്ങോട്ട് കവർന്നെടുക്കുകയും ചെയ്തു. ദൃഷ്ട്വാമുഹു ശ്രുതമനുദ്രുത ചേതസസ്തം കൽപ്രേക്ഷണോത്സ്മിത സുധോക്ഷണ ലബ്ധമാന ആനന്ദമൂർത്തിമുപഗൂഹ്യ ദൃശാത്മലബ്ധം ഹൃഷ്യത്വചോ ജഹുരനന്ദമരിന്ദമാദിം. ഹേ അരിന്ദമാ എന്നാണ് പരീക്ഷത്തിനെ വിളിക്കുന്നത്, ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനെ. മുഹു വീണ്ടും വീണ്ടും ശ്രുതം തം കൃഷ്ണനെ പറ്റി ധാരാളം കേൾക്കപ്പെട്ടിരുന്ന അവര് ആ കൃഷ്ണനിലേക്ക് അനുദ്രുത ചേതസ അലിഞ്ഞു ചേർന്ന മനസ്സോടുകൂടിയുള്ള ആ പുരസ്ത്രീകള് ദൃഷ്ട ഇപ്പോഴാ നേരിട്ട് കണ്ടിട്ട് തൽ പ്രേക്ഷണ ഉത്സ്മിത സുധാ ഈക്ഷണലബ്ധമാന, സുധാ ഊക്ഷണലബ്ധം അദ്ദേഹത്തിന്റെ ആ കടാക്ഷത്തോട് ചേർന്ന മന്ദഹാസാമൃതത്തിന്റെ ആ സേചനം, ആ അമൃതത്തിന്റെ ആ മന്ദഹാസാവുന്ന അമൃതം അങ്ങനെ കൊണ്ട് നനയ്ക്കപ്പെട്ട ഇതാണ് ഊക്ഷണലബ്ധമാന. അങ്ങനെ ആ സൽക്കാരം ലഭിച്ചവരായിട്ട് ദൃശ ആത്മലബ്ധം, ആ തങ്ങളുടെ നോട്ടത്തിൽ കൂടിയിട്ട് ആത്മാവിലേക്ക് കടന്നെത്തിയ ആ ആനന്ദമൂർത്തിയെ ഉപഗൂഹ്യ മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്ത് ഹൃഷ്യത്വജ പുളകിത ഗാത്രികളായിട്ട് ആദ്യം ജഹു അവരുടെ ആ മനോവ്യാധികളെല്ലാം അവര് ത്യജിച്ചു എന്ന് പറയുകയാണ്. പ്രാസാദശിഖരാരൂഢ പ്രിയുത്യുത്ഫുല്ലമുഖാംബുജ അഭ്യവർഷൻ സൗമനസ്യൈ പ്രമദാബലകേശവൗ. എന്നിട്ട് അവരൊക്കെ എന്ത് ചെയ്തു? പ്രാസാദശിഖരാരൂഢ, അവരവരുടെ ഗൃഹത്തിന്റെ മാളികമുകളിലാണ് കയറി സ്ഥലം പിടിച്ചിട്ട് എങ്ങനെയാണ് പ്രിയുത്യുൽഫുല്ല മുഖാംബുജ, സന്തോഷം കൊണ്ട് വിടർന്ന ആ താമരകളെ പോലുള്ള മുഖങ്ങളോട് കൂടിയവരായിട്ടുള്ള അവര് പ്രമദ, ആ ഉത്തമ സ്ത്രീകള് ബലകേശവു രാമകൃഷ്ണന്മാരെ സൗമനസ്യൈ അഭ്യവർഷം, നല്ല പുഷ്പക്കൂട്ട ധാരാളം പുഷ്പങ്ങളെടുത്ത് അങ്ങനെ
പുഷ്പവൃഷ്ടി നടത്തി അവരുടെ ശിരസിൽ എന്ന് പറയുകയാണ്. ഇത് പുഷ്പങ്ങൾ മാത്രമല്ല, ദത്യക്ഷതൈ സോദപാത്രൈ സൃഗന്ധൈ അഭ്യുവായനൈ താവാനർച്ചു പ്രമുദിത തത്ര തത്ര ദ്വിജാതയാ. ഇങ്ങനെ പുഷ്പങ്ങളെ കൊണ്ട് ഇവർ അർച്ചിക്കുന്ന സമയത്ത് തന്നെ അവിടെ സ്ഥാനം ഉറപ്പിച്ച തത്ര തത്ര ദ്വിജാതയ ബ്രാഹ്മണന്മാരെല്ലാവരും പ്രമുദിത അത്യന്തം സന്തോഷിക്കപ്പെട്ടവരായിട്ട് ദദ്യ തൈര് അക്ഷതം തുടങ്ങിയവയാലും സോദപാത്രയും നല്ല പൂർണ്ണ കുംഭങ്ങളാലും സ്രഗന്ധൈ പുഷ്പമാല്യങ്ങള് ചന്ദനാമം തുടങ്ങിയ സുഗന്ധവസ്തുക്കളാലും അഭ്യുവായനി ധാരാളം കാഴ്ചദ്രവ്യങ്ങളാലും തൗ ആനർച്ചു അവര് രണ്ടുപേരെയും ആരാധിച്ചു. ഈ പുരസ്ത്രീകളെ മാത്രമല്ല, ആ മാർഗത്തിലുണ്ടായിരുന്ന പൗരന്മാരെല്ലാവരും ബ്രാഹ്മണരും ശ്രേഷ്ഠന്മാരെല്ലാം എല്ലാവരും അവരെ ഇങ്ങനെ കാഴ്ചകളൊക്കെ നൽകിയിട്ടും അത് അക്ഷതങ്ങളും തൈര് ഇതൊക്കെ നൽകി പ്രവൃത്തി വസ്തുക്കളെ കൊണ്ടൊക്കെ അവരെ അർച്ചിച്ചുകൊണ്ട് അങ്ങനെ വഴിയിൽ നിന്നു എന്ന് പറയുകയാണ്. ഊജു പൗരാ അഹോ ഗോപ്യ തവ കിമചരൻ മഹൽ യാഹിത്യാവനുപശ്യന്തി നരലോകമഹോത്സവൗ. അവരെല്ലാവരും ഈ ഭഗവാന്റെ രാസക്രീഡകളെ പറ്റി ലീലകളെ പറ്റിയൊക്കെയാണ് കേട്ടിട്ടുണ്ടതാണ്. ഗോപ്യ കിം മഹത്തവ ആചരൻ. അതായത് ആ ഗോപികമാര് എത്ര ശ്രേഷ്ഠമായിട്ടുള്ള തപസ്സാണ് അനുഷ്ഠിച്ചത്. കാരണം യാതൊരു നരലോക ഈ മർത്യലോകത്തിന് മുഴുവൻ മഹോത്സവമായിരിക്കുന്ന ഈ ഏതൗഹി ഇവര് രണ്ടുപേരെയും അനുപശ്യന്തി ഇതുവരെ കണ്ടുകണ്ടേ ഇരിക്കുകയായിരുന്നില്ലേ. അഹോ ആശ്ചര്യ അത്ഭുതം തന്നെയെന്ന് പൗരാ ഊജു പുരസ്ത്രീകള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രജകം കഞ്ചിതായന്തം രംഗകാരം ഗതഗ്രജ ദൃഷ്ട്വായാചതവാസാംസി ദൗതന്യത്യുത്തമാനിച്ച. ഇങ്ങനെ ഒരു ഘോഷയാത്രയായിട്ട് ഈ രാമകൃഷ്ണന്മാരും ഗോപന്മാരും കൂടെ നിൽക്കുക, ജനവാസികളൊക്കെ ഇങ്ങനെ കൂടെ ഇങ്ങനെ നടന്നു പോകേണ്ട ആ സമയത്താണ് ഭഗവാൻ എന്ത് ചെയ്തു, തൻ്റെ എതിരെ വരുന്നവനും ആയാന്തം ഒരു വസ്ത്രങ്ങൾക്ക് ചായം പുരട്ടുന്നവനായ കഞ്ച് രജകം ഒരു അലക്കുകാരനെ ദൃഷ്ടി കണ്ടിട്ട് അത്യുത്തമാനി ധൗതാനി വാസാംസി അയാജത. ഗതന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഭഗവാൻ ഗതാഗ്രജ ആയിട്ടുള്ള ഭഗവാൻ വളരെ വിശേഷപ്പെട്ടവയും നല്ല അലക്കിയതായിട്ടുള്ള കുറച്ച് വസ്ത്രങ്ങളെ ഇദ്ദേഹത്തിനോട് യാചിച്ചു പറയാം. അതേ നോക്കൂ, ഞാനും ഏട്ടനും ഇവിടെ ഗോകുലത്തിൽ നിന്ന് വന്നതാണ്, ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞു പോയിരിക്കണു, എനിക്ക് ഉടുക്കാനൊരു നീലപ്പട്ടും എനിക്കൊരു മഞ്ഞപ്പട്ടും ഏട്ടനൊരു നീലപ്പട്ടും നോക്കൂ ഒക്കെ തരൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭഗവാൻ ചോദിക്കണത്. ദേഹ്യാവയോ സമുചിതന്യംഗ വാസാംസിജാർഹതോ ഭവിഷ്യതി പരം ശ്രേയോ ധാതുസ്തേ നാത്ര സംശയ. എന്താ പറഞ്ഞത്? അംഗ അല്ലയോ സുഹൃത്തേ എന്ന് വിളിച്ചുകൊണ്ടാ പറഞ്ഞത്. അർഹതോ ആവയോ ച അർഹതയുള്ളവരായ ഞങ്ങൾക്ക് ഇരുപേർക്കും ഞങ്ങൾക്ക് അർഹത ഉണ്ട്. ഞങ്ങൾ നമ്മുടെ അമ്മാവൻ്റെ ഇതാണേ കുടുംബത്തിലേക്കാ വന്നിരിക്കണേ എന്ന് മാത്രമല്ല, അപ്പം ഞങ്ങൾക്ക് വസ്ത്രങ്ങൾ വേണം. കാരണം ഞങ്ങളുടെ പഴയതൊക്കെ വളരെയധികം മുഷിഞ്ഞിരിക്കണം. അതുകൊണ്ട് സമുചിതാനി വാസാംസി ദേഹി ഏറ്റവും ഇണങ്ങുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളെ ഞങ്ങൾക്ക് നൽകിയാലും എനിക്കൊരു മഞ്ഞപ്പട്ട് ഏട്ടൊരു നീലപ്പട്ട് കേട്ടോ. ധാതുത്തേ അതങ്ങ് തരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദാതാവായ അങ്ങയ്ക്ക് പരം ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേയസ് ഭവിക്കും. അത്ര സംശയം, ഇതിലൊട്ടും സംശയമില്ല എന്നുകൂടി ഭഗവാൻ പറഞ്ഞു. സയാചിരോ ഭഗവത പരിപൂർണേന സർവദ സാക്ഷേവം രുഷിതപ്രാഹ ഭൃത്യോ രാജ്ഞ സുദുർമദ. സർവദ പരിപൂർണേന ഭഗവത. ഇങ്ങനെ പരിപൂർണനായിട്ടുള്ള ഭഗവാനെ യാചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള ഭഗവാൻ ഇപ്രകാരം യാചിക്കപ്പെട്ട സമയത്ത് രാജ്ഞ ഭൃത്യ സുദുർമദ, ആ രാജാവിന്റെ അലക്കുകാരനാണെന്നുള്ള ഒരു അഹങ്കാരം മൂർത്തവനായിട്ടുള്ള സാവൻ രൂഷിത കോപത്തോടെ സാധിക്ഷേപിക്കുമാറ് സാക്ഷേപം പ്രാഹ ഇപ്രകാരം പറഞ്ഞു. ഈദൃശന്യേവ വാസാംസി നിത്യം ഗിരിവനേചര പരിധത്ത കിമുദ്വൃത്ത രാജദ്രവ്യന്യഭീപ്സത. ഉദ്വൃത്ത അല്ലെ താന്തോന്നികളല്ലേ, താന്തോന്നികളെ എന്നാ വിളിക്കണത്. നിങ്ങൾ രാജോചിതങ്ങളായുള്ള അഭീപ്സത ഈ വസ്ത്രങ്ങളെയൊക്കെ നിങ്ങൾ കൊതിക്കുകയാണ്. നിങ്ങൾ ആരാണ്? ഗിരിവനേചര കാട്ടിലും കുന്നിലൊക്കെയാണ് തെണ്ടി നടക്കുന്നത്. നിങ്ങൾക്ക് ഈ നിത്യം ഈദൃശാനി വാസാംസി ഏവ പരിധത്യാവൂ. നിങ്ങൾ ഈ തരത്തിലുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാറുള്ളൂ. എന്താ നിങ്ങളുടെ ഒരു അവസ്ഥ അല്ലേ? ഇതൊക്കെ രാജാവിന്റെ വസ്ത്രങ്ങളാണ് കാട്ടിൽ ധരിക്കുന്നത്, നിങ്ങൾക്ക് നുള്ളവെന്നല്ല എന്ന് പറയുകയാണ്. യാഥാശു ബാലിശാമൈവം പ്രാർത്ഥ്യം യതി ജീവിഷ
ബധ്നന്തി ഘ്നന്തിലുംബന്തി നൃപ്തം രാജകുലാനി വൈ. ഹേ ബാലിശാലിയെ കുട്ടികളെ എന്ന് പറയാണ്, കുട്ടിത്തം മാറാത്തവരെ ആശി വേഗം പൊയ്ക്കോളിൻ എൻ്റെ മുമ്പിൽ നിന്ന് ജീവിഷായതി, ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പൊക്കോളൂ എന്നാണ് പറഞ്ഞത്. കാരണം ഏവം ആ പ്രാർത്ഥ്യം, കാരണം ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലാത്തതാണ്. കാരണം രാജകുലാനി തൃപ്തി, പുരുഷന്മാരിങ്ങനെ അച്ചടക്കമില്ലാത്ത ബന്ധം നിങ്ങളെയൊക്കെ കണ്ടാണല്ലോ, നിങ്ങളെയൊക്കെ ബന്ധിക്കും, ഗ്നന്തി കൊല്ലും എന്ന് പറഞ്ഞിട്ടോ. മാത്രമല്ല നിങ്ങളുടെയുള്ള എല്ലാം തട്ടിപ്പറിച്ച് എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് വേഗം ഇവിടുന്ന് ഓടിപ്പോയിക്കോളൂ എന്ന് പറയുകയാണ് ആ രചകൻ ഇവരോട്. ഏവം വിഗദ്ധമാനസ്യ കുപിതോ ദേവകീ സുത രചകസ്യ കരാഗ്രേണ ശിര കായാൽ അപാതയൽ. ആ ഭഗവാൻ അങ്ങോട്ട് പെട്ടെന്ന് കോപം വന്നു. കോപിത ദേവകീ സുത ഏവം വിഗദ്ധമാനസ്യ, ഇപ്രകാരം ഇങ്ങനെ ഓരോ വിഡിതങ്ങളെ പൊഴുമ്പണ ആ വീരവാദം പറയണതായിട്ടുള്ള രജകസ്യ ശിര, ആ അലക്കുകാരൻ്റെ ശിരസ്സിനെ കായാൽ കരാഗ്രേണ അപാവയൽ, അവൻ്റെ ആ ശരീരത്തിൽ നിന്ന് കൈനകം കൊണ്ട് നുള്ളി അങ്ങോട്ട് തലിച്ച് താഴേക്ക് വിട്ടു എന്ന് പറയുകയാണ്. അത്ര നിർപ്രയാസം അവനെ അങ്ങോട്ട് കൊന്നു. തസ്യാനുജീവിന സർവേ വാസകോശൻ വിസൃജ്യ വൈ ദുദ്രുഹു സർവതോ മാർഗം വാസാംസി ജഗൃഹേച്യുത. തസ്യ അനുജീവിന, അവൻ്റെ കൂടെയുള്ള അനുയായികളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും സർവേ വൈ, എല്ലാവരും തന്നെ വാസക്വാ, അലക്കുകെട്ടുകളെല്ലാം വിസൃജ്യ, അവിടെ തന്നെ വലിച്ചെറിഞ്ഞ് മാർഗം സർവത, പല വഴിയിൽ നിന്നൊക്കെ ഓടി അവിടേക്കും ഇവിടേക്കും നാനാഭാഗത്തേക്കും ദുദ്രു പലായനം ചെയ്തു എന്ന് പറയുകയാണ്. അച്യുത വാസാംസി ജഗൃഹേ, ആ ഭഗവാൻ ആ വസ്ത്രങ്ങളെല്ലാം എടുത്തു. എന്നിട്ടോ വസിത്വ ആത്മപ്രിയേ വസ്ത്രേ കൃഷ്ണ സംഘർഷണസ്ഥല ശേഷാണ്യാദത്ത ഗോവേഭ്യോ വിസൃജ്യ ഭുവികാനിതിൽ. കൃഷ്ണ തഥാ സംഘർഷണ ച, ഭഗവാനും ബലരാമനും ആത്മപ്രിയേ തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രേ വസിത്വ, രണ്ട് വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തു. താനൊരു മഞ്ഞപ്പട്ട് കൊടുത്തു, ഏട്ടനൊരു നീലപ്പട്ട് കൊടുത്തു. കാനിജിൽ, നന്നല്ലാത്ത ചിലത് ഭൂവി നിലത്ത് തന്നെ വിസർജ്യ, ശേഷമാണ് ബാക്കിയുള്ളത് ഗോപേഭ്യ, ഗോപന്മാർക്ക് വേണ്ടി അവർക്കൊക്കെ പങ്കിട്ട് കൊടുത്തു. തതസ്തു വായകപ്രീത തയോർവേഷമകൽപ്പയൽ വിചിത്രവർണ്ണൈശ്ചൈലേയൈർ അകൽപ്പൈർ അനുരൂപത. ആ സമയത്ത് തതത്തു, അതിനുശേഷം ഒരു നെയ്ത്തുകാരുണ്ട് അവിടെ. ആദ്യം നെയ്ത്തുകാരൻ വന്നിട്ട് പ്രീത സന്തോഷത്തോടു കൂടിയിട്ട് തയോ അനുരൂപത വിചിത്രവർണ്ണൈ ചൈലേയൈ ആകൽപ്പൈ വേഷം അകൽപ്പയൽ, അവർക്ക് രണ്ടുപേർക്കും യോജിക്കുമാറുള്ള നാനാവർണ്ണത്തിലുള്ള ചേലകളെ കൊണ്ടുള്ള അലങ്കാരങ്ങളാൽ ഒരു വേഷം അണിയിച്ചു രണ്ടുപേരെയും. അവർക്ക് ഒരു വലിയൊരു ഭക്തനായിട്ടുള്ള ആളായിരുന്നു ഈ നെയ്ത്തുകാരൻ വായകൻ. നാനാലക്ഷണവേഷാഭ്യം കൃഷ്ണരാമൗ വിരേജതൗ സ്വലംകൃതൗ ബാലഗജൗ പർവണീവസിതേതരൗ. അവരെങ്ങനെയാണ് അപ്പോഴേക്കും ഈ വസ്ത്രങ്ങളൊക്കെ നല്ല വേഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നാലാലക്ഷണ വേഷാഭ്യം, അങ്ങനെ നാലാവിധത്തിലുള്ള ഉടുപ്പുകളാൽ അലങ്കരിക്കപ്പെട്ട വേഷത്തോടു കൂടിയ രാമകൃഷ്ണന്മാർ പർവണി സ്വലംകൃതവും സീതേതരവും ബാലഗജവും ഇവ വിരേജതൗ, നല്ല ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട്, വേലയ്ക്ക് വേണ്ടിയിട്ട് നന്നായി ചമയങ്ങളാൽ അലങ്കരിക്കപ്പെട്ട രണ്ട് ആനക്കുട്ടികൾ പോലെ വിളങ്ങി എന്നാണ് പറഞ്ഞാൽ. ആലോചിച്ച് നോക്കൂ, അതെങ്ങനെയാണ്? സീതേതരവും, ഒരു വെളുത്താനിയുണ്ട്, മറ്റേ കറുത്താനിയുണ്ട്. ബലരാമൻ നല്ല വെള്ള നിറമാണ്, ഭഗവാൻ നല്ല നീലനിറവും. അപ്പോൾ സീതേതരവും വെളുത്തും കറുത്തുമായുള്ള കണ്ട ആനക്കുട്ടികളെ പോലെ അങ്ങനെ അവർ ശോഭിച്ചു ഈ അലങ്കാരങ്ങളോട് കൂടിയിട്ട് എന്ന് പറയുകയാണ്. ഭഗവാനെ സന്തോഷമായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഫലം കൊടുക്കും. തസ്യ പ്രസന്നോ ഭഗവാൻ പ്രാതാൽ സാരൂപ്യമാത്മന ശ്രിയം ച പരമം ലോകേ ബലൈശ്വര്യ സ്മൃതീന്ദ്രിയം. പ്രസന്നനായിട്ടുള്ള ഭഗവാൻ തസ്യ, ആ നെയ്ത്തുകാരന് ലോകേ പരമാം ശ്രിയം ച, ഈഹലോകത്തിൽ വർദ്ധിച്ച സമ്പത്തിനെയും ബല ഐശ്വര്യ സ്മൃതി ഇന്ദ്രിയം, ബലം ഐശ്വര്യം ഭഗവത് സ്മരണ ഇന്ദ്രിയശക്തി എന്നിവയും ആത്മന, ആ ദേഹാന്തത്തില് സാരൂപ്യം മുക്തിയും കൊടുത്തു എന്ന് പറയണം. അതായത് ഈഹലോകത്തിലുള്ള ഐശ്വര്യങ്ങളെല്ലാം കൊടുത്തു എന്ന് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹത്തിന് ആ സാരൂപ്യ മുക്തിയും കൊടുത്ത് അനുഗ്രഹിച്ചു. ഒന്നേ ഉള്ളൂ, എനിക്ക് ആ സ്നേഹത്തോടു കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ആ വസ്ത്രാലങ്കാരം ചെയ്തത് മാത്രം. അതുകൊണ്ട് ആ വായകനെ, അതിലെ ആ നെയ്ത്തുകാരനെ അദ്ദേഹം അങ്ങനെ അനുഗ്രഹിച്ചു. തഥാ സുധാംനോ ഭവനം മാലാകാരസ്യ ജഗ്മതോ തൗ ദൃഷ്ട്വാ സമുത്ഥായ
നനാമ ശിരസാഭുവി. അതിനുശേഷം സുദാമാവ് എന്ന് പറഞ്ഞാൽ ഒരു മാലാകാരുണ്ട്, അത് മാല ഉണ്ടാക്കുന്ന ആളുണ്ട്. അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് ഭഗവാൻ നേരിട്ട് അങ്ങടാണ് കയറി ചെന്നു. ഇവിടെ ഉണ്ടല്ലോ ഒരാള് മാല കെട്ടിയിട്ട് എപ്പോഴും എന്നെ പൂജിക്കുന്ന ഒരാളുണ്ട്, എവിടെയെന്ന് ചോദിച്ചിട്ടാണ്. തഥാ സുധാംന മാലാകാരസ്യ ഭവനം ജഗ്മതു ചെന്നു കേട്ടോ. അവരെ ദൃഷ്ട തൗ ദൃഷ്ട, അവരെ കണ്ട് രണ്ടുപേരെയും കണ്ടിട്ട് സമുദ്ധായ പെട്ടെന്ന് ഈ സുധാമാവണ്ട് എഴുന്നേറ്റ് ഭൂവി ശിരസ നമ്മ രണ്ടുപേരെയും കാൽക്കൽ വീണ അങ്ങോട്ട് നമസ്കരിച്ചു ഭൂമിയിൽ. തയോരാസനമാനീയ പാദ്യം ചാദാർഹണാദിഭി പൂജാം സാനുഗയോശ്ചക്രേ സ്രക്താംബൂലാനുലേപനൈ. സാനുഗയോ തയോ, അവർക്ക് രണ്ടുപേർക്കും എങ്ങനെയാ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഗോവന്മാരോട് കൂടിയുള്ളവർക്ക് രണ്ടുപേർക്കും പാദ്യം ച ആനീയ, കാല് കഴുകാൻ ജലമൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത്, ആസനം ഇരിപ്പിടങ്ങളും കൊടുത്തു. അതിനുശേഷം സ്രക് താമ്പൂല അനുലേപനി, മാല, വെറ്റ്ല, കുറിക്കൂട്ട് എന്നിങ്ങനെയുള്ള അരിഹണാദിവി പല പൂജാദ്രവ്യങ്ങളാൽ അവരെല്ലാവരെയും പൂജിക്കുകയും ചെയ്തു. പ്രാഹന സാർത്ഥകം ജന്മ പാവിതം ച കുലം പ്രഭോ പിതൃദേവർഷയോ മഹ്യം തുഷ്ടാ യാഗമനേനവാം. അവരോട് ഇങ്ങനെ പറയും ചെയ്തു, ഹേ പ്രഭോ, ആ പ്രഭു വാം ആഗമനേന, ഭവാന്മാരുടെ ഈ ആഗമനത്താൽ പിതൃദേവർഷയ, അതായത് പിതൃക്കളും ദേവന്മാരും ഋഷികളുമെല്ലാം മഹ്യം തുഷ്ടാഹി, എന്നെക്കുറിച്ച് സന്തുഷ്ടരായി കഴിഞ്ഞിരിക്കുന്നു. തീർച്ച ന ജന്മ, ഞങ്ങളുടെ അടിയങ്ങളുടെ ജന്മം തന്നെ സാർത്ഥകം, അർത്ഥവത്തായി ഫലപ്രദമായിത്തീർന്നു, സഫലമായിത്തീർന്നു. കുലം, ഞങ്ങളുടെ കുലം വംശം പോലും ഭാവിതം പരിശുദ്ധമായി തീരും ചെയ്തു. അവന്തൗ കില വിശ്വസ്യ ജഗതകാരണം പരം അവതീർണാവിഹാംശേന ക്ഷേമായ ച ഭവായ ച. കാരണം എങ്ങനെയാണ്? ഭവന്തൗ, അങ്ങ് ഭവന്മാരിരുവരും, വിശ്വസ്യ പരം കാരണം, ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ആദ്യമായിട്ടുള്ള ഉപരിയായിട്ടുള്ള കാരണമാണ്. ജഗത ക്ഷേമായ ച ഭവായ ച, ഈ ലോകത്തിന്റെ ക്ഷേമത്തിനും നിലനിൽപ്പിനും വേണ്ടി അംശേന ഇഹ അവതീർണവുമില്ല, തങ്ങളുടെ അംശം കൊണ്ട് ഇവിടെ അവതരിച്ചിരിക്കുകയാണല്ലോ എന്ന് അദ്ദേഹത്തിന് അറിയാം ഭഗവാന്റെ ആ മഹത്വം. നഹിവം വിഷമാദൃഷ്ടി സുഹൃദോർജഗതാത്മനോ സമയോ സർവഭൂതേഷു ഭജന്തം ഭജതോരവി. സുഹൃദോ സമയോ ജഗതാത്മനോ വാം, ആ സുഹൃദ്ഭാവവും സമഭാവനയുള്ളവരും ജഗത്തിന്റെ ആത്മാവായും ഇരിക്കുന്നവരുമായ വാം ഭവാന്മാർക്ക് ഭജന്തം ഭജതോ അഭി, ഭജിക്കുന്നവനെ മാത്രം ഭജിക്കുന്നവരാണെങ്കിലും സർവഭൂതേഷു വിഷമാ ദൃഷ്ടി നഹി, എല്ലാ ജീവജാലങ്ങളിലും അസമത്വമുള്ള ദൃഷ്ടി ഇല്ല തന്നെ. അതായത് ഭഗവാന്മാർക്ക് യഥാർത്ഥ സംബന്ധിച്ചിടത്തോളം ആരോടും ഒരു പ്രത്യേക സ്നേഹമോ അല്ലെങ്കിൽ പ്രത്യേക വിരോധമോ ഒന്നുമില്ല, എല്ലാവരോടും സമഭാവനയുള്ള ആൾക്കാരാണ്. എന്നാലോ തന്നെ ഭജിക്കുന്ന ആൾക്കാരെ ആ ഭഗവാന്മാർ അങ്ങോട്ടും അവർക്ക് അനുഗ്രഹ ആശിസ്സുകളൊക്കെ നൽകി അനുഗ്രഹിക്കും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം. താവാജ്ഞാപയതം ഭൃത്യം കിമഹം കരവാണിവാം പുംസോത്യനുഗ്രഹോഹ്യേഷ അതുകൊണ്ട് പറയൂ ഭവാന്മാരെ അരുളി ചെയ്താലെന്ന് പറയാണ്. അഹം വാം കിം കരവാണി, അടിയൻ ഭവാന്മാർക്ക് എന്തൊന്നാണ് ചെയ്തു തരേണ്ടത്. തൗ ഭൃത്യം, ആ ഭവാന്മാർ ഭൃത്യനായ അടിയനോട് എന്ത് ആജ്ഞാപിച്ചാലും ആജ്ഞാവയതം ഭവദ്ഭി, ഭവാന്മാരാൽ നിയുജ്യതേ, ആജ്ഞാപിക്കപ്പെടുന്ന യൽ എന്നത് ഏതോ ഏഷ അതുതന്നെ പുംസ അത്യനുഗ്രഹ, വലുതായ അനുഗ്രഹം തന്നെ. ഭഗവാന്മാര് എന്തെങ്കിലും അടിയനോട് ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ചാൽ അത് തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് എന്താ വേണ്ടത്, ഞാൻ കിങ്കരനായിട്ടുള്ള ഞാൻ ഭഗവാന്മാർക്ക് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ മാലാകാരൻ നിന്നത്. ഇത്യഭിപ്രേത്യ രാജേന്ദ്ര സുധാമാ പ്രീതമാനസ ശസ്തൈ സുഗന്ധൈ കുസുമൈ മാലാ വിരചിതാദദൗ. ഹേ രാജേന്ദ്ര, ഇപ്രകാരം പരീക്ഷത്തിനോട് പറയുകയാണ്. പറഞ്ഞുകൊണ്ട് അഭിപ്രേത്യ, ഭഗവാന്റെ ഇംഗിതം പറഞ്ഞ പ്രീതമാനസ സന്തുഷ്ടചിത്തനായിട്ടുള്ള സുധാമാവ് ശസ്തൈ സുഗന്ധൈ, വളരെ വിശേഷപ്പെട്ടവരായിട്ടുള്ള നല്ല സുഗന്ധങ്ങളുള്ള കുസുമൈ, പുഷ്പങ്ങൾ കൊണ്ട് രചിക്കപ്പെട്ട മാലാദതു, മാലകളെ അവർക്ക് രണ്ടുപേർക്കും ദാനം ചെയ്തു. താഭി സ്വലങ്കൃതൗ പ്രീതൗ കൃഷ്ണരാമൗ സഹാനുഗൗ പ്രണതായ പ്രപന്നായ ദദതുർവരതൗ വരൻ. സോഭിവാ
വമ്രയജലം ഭക്തിം തസ്മിന്നേവാഹിരാത്മനി തദ്ഭക്തേഷു ച സൗഹാർദ്ദം ഭൂതേഷു ച ദയാംബരം. ആ ഭഗവാന്റെ ഉള്ളിലുള്ള ആഗ്രഹം മാനിച്ചിട്ടാണ് രണ്ടുപേർക്കും വളരെ വിശേഷപ്പെട്ട ഓരോ മാലകൾ ഉണ്ടാക്കിയിട്ട് രാമനും കൃഷ്ണനും ചാർത്തി ആ സുധാമാവ്. എന്നിട്ടോ അവയാൽ നന്നായി അലങ്കരിക്കപ്പെട്ടവരും അനുഗാമികളോട് കൂടിയവരും സഹ അനുഗൗ പ്രീതരും വരം കൊടുപ്പാൻ പ്രാപ്തരുമായ കൃഷ്ണരാമന്മാർ പ്രണതായ പ്രപന്നായ തങ്ങളെ നമസ്കരിച്ചുള്ള ആ ആശ്രിതന് വരാണ്ടതു വരങ്ങളെ ഇങ്ങനെ ധാരാളം കൊടുത്തു. എന്താണ്? സോവി വമ്രയജലം ഭക്തിം തസ്മിന്നേവാഹിരാത്മനി തദ്ഭക്തേഷു ച സൗഹാർദ്ദം ഭൂതേഷു ച ദയാംബരം. എന്താണ് സുധാമാവ് ആ ഭഗവാനോട് അർത്ഥിച്ചുള്ള വരം? അഖിലാത്മനി തസ്മിനേവ എല്ലാറ്റിൻ്റെയും ആത്മാവായിട്ടുള്ള ഭഗവാനിൽ തന്നെ അചലാം ഭക്തിയും അചഞ്ചലയായിട്ടുള്ള ഭക്തിയെയും തൽഭക്തേഷു സൗഹാർദ്ദം ച ആ ഭഗവൻ ഭക്തന്മാരായിട്ടുള്ള ഭാഗവതോത്തമന്മാരിൽ സൗഹാർദ്ദത്തെയും ഭൂതേഷു പരാം ദയാം ച എല്ലാ ജീവജാലങ്ങളിലും വർദ്ധിച്ച ദയയെയും സ അദ്ദേഹം വരിച്ചു. അത് ഭഗവാനിൽ നിന്നാണ് തൻ്റെ ആഗ്രഹം. വരെന്താണ് വേണ്ടതെന്ന് പറഞ്ഞ് ഇതി തസ്മൈ വരം ദത്വാ ശ്രിയം ചാന്വയവർദ്ധിനിം ബലമായുർയശകാന്തിം നിർജഗാമ സാഗ്രജ. ഇതി അദ്ദേഹം ആഗ്രഹപ്പെട്ട വരങ്ങളൊക്കെ കൊടുത്തു. ഇതി തസ്മൈ വരം ദത്വാ എന്ന് മാത്രമല്ല അന്വയവർദ്ധിനിം ശ്രിയം ബലം യേശ കാന്തിം ച അതായത് വംശവർദ്ധനയെയും സമ്പത്തിനെയും ബലത്തെയും ദീർഘായുസിനെയും കീർത്തിയും തേജസ് ഇത്യാദി ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടുള്ള ഭക്തിയും അതുമാതിരി സത്സംഗത്തിനുള്ള ആഗ്രഹവും എല്ലാവരോടും ദയും കൊണ്ടാവണം എന്ന് പറഞ്ഞില്ലേ, അത് കൊടുത്തു. അതിനുശേഷം ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ധാരാളം എങ്ങനെയാണ് ധാരാളം സമ്പത്ത്, ഐശ്വര്യം, കുലമഹിമ, ദീർഘായുസ്, കീർത്തി, കാന്തി ഇങ്ങനെയില്ലേ എന്തൊക്കെ ധാരാളം വരങ്ങളും ആ മാലാകാരൻ തനിക്ക് സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ഒരു മാല അർപ്പിച്ച ആ മാലാകാരനും ആ ഭഗവാൻ കൊടുത്ത് അങ്ങനെ ആ ജ്യേഷ്ഠനോടൊപ്പം അവിടുന്ന് അങ്ങോട്ട് യാത്രയായി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ പുരപ്രവേശോ നാമ ഏകചത്വാരിംശോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.